കൂട്ടുകാരെ ഇന്ന് ഉത്രാടമായിട്ട് കായ വറുക്കാൻ പോവാണ്. ഇപ്പോൾ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ വറുക്കുന്ന കായ അത് അടിപൊളി ടേസ്റ്റായിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കായ വറുത്ത ഉപ്പേരിയേക്കാളും നല്ല ടേസ്റ്റായിരിക്കും ഇതുപോലെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ കാ വറുക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ തന്നെയുള്ളൊരു ഏത്തക്കൊല വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ടാണ്, അല്ലെങ്കിൽ കയ്യിൽ നിറച്ച് ഇതുപോലെ അതിൻ്റെ കറ പിടിക്കും. അപ്പോൾ എന്നിട്ട് വേണം നമുക്കിതെല്ലാം തൊലി കളഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ തൊലി കളഞ്ഞ് ഇടുന്നത് ഉപ്പ് വെള്ളത്തിലേക്കാണ്. ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് നമുക്ക് ഇത് കായെല്ലാം തൊലി കളഞ്ഞിടണം. ഇപ്പം നമ്മൾ കായെല്ലാം മിക്കവാറും തൊലി കളഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ഇത്രയും കായ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അല്പം ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ കലക്കി വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ മുറ്റത്തെ അടുപ്പത്ത് ആണ് ഉരുളി അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ലിറ്ററോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ നേരിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ കായ അരിഞ്ഞിടാം. പെട്ടെന്ന് അരിഞ്ഞിടുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കട്ട കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും നമുക്കതിലേക്ക് കായ അരിഞ്ഞിടാം. മീതെ വീഴാത്ത രൂപത്തിൽ വേണം അരിഞ്ഞിടാൻ. നല്ല തീയിൽ തന്നെ കിടന്ന് വേണം കേട്ടോ വേവാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് വെളിച്ചെണ്ണ കുടിക്കും. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തീ നല്ലപോലെ കത്തിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ കായയൊക്കെ ഇങ്ങനെ കോരുമ്പോൾ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് കായയിലെ വെള്ളമെല്ലാം വറ്റി ഇത് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഉപ്പുനീര് തെളിച്ച് കൊടുക്കാം. നേരത്തെ കലക്കി വെച്ചിരുന്ന ഉപ്പും മഞ്ഞളും നീര് ഇതുപോലെ തെളിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ആ തളിച്ച് കൊടുത്ത നീര് ശരിക്ക് അതിൽ നിന്ന് പോകണം, എന്നാലാണ് അത് കോരി മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മുറത്തിലേക്ക് ഇടാം. അപ്പോൾ ഈ പാകത്തിന് നമ്മൾ എല്ലാ കായയും ഇതുപോലെ അരിഞ്ഞ് വറുത്തെടുക്കുക. അപ്പോൾ അടിപൊളി കായ ഉപ്പേരി റെഡിയാണ്. എല്ലാവരും ഇതുപോലെ ഈ ഓണത്തിനൊന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്നും ടേസ്റ്റിയിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കായ ഉപ്പേരിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്